അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് iOS 17ൻ്റെ ബീറ്റ വേർഷൻ എങ്ങനെ നമ്മുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുമെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ iOS 17ൻ്റെ ബീറ്റ വേർഷൻ നിങ്ങൾ നിങ്ങളുടെ പ്രൈമറി ഡിവൈസിൽ ഒരിക്കലും നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യരുത്. കാരണം അതിനകത്ത് ഒത്തിരി ബഗ്ഗും കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ആ ഒരു വേർഷൻ നിങ്ങളുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ ആപ്സും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് വർക്ക് ചെയ്യണമെന്നില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് ഒരു സെക്കൻഡറി ഡിവൈസ് ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ ഈ ഒരു ബീറ്റ വേർഷൻ നിങ്ങളുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യുള്ളൂ. പിന്നെ ഇൻസ്റ്റാൾ ചെയ്തതിന് മുമ്പായിട്ട് നിങ്ങൾ ഫോണിൻ്റെ കംപ്ലീറ്റ് ആയിട്ട് ബാക്കപ്പ് നിങ്ങൾ എന്തായാലും എടുക്കണം. കാരണം എന്തെങ്കിലും കാരണം കൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു ബീറ്റ വേർഷൻ എന്തെങ്കിലും ഇഷ്യൂസ് വരുവാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾ തിരിച്ച് ബാക്കപ്പ് യൂസ് ചെയ്ത് തിരിച്ച് നിങ്ങളുടെ ഫോണിൻ്റെ നോർമൽ സ്റ്റേജിലേക്ക് പോകാൻ പറ്റുന്നതാണ്. അപ്പോൾ ആദ്യം നിങ്ങളുടെ ഫോണിൻ്റെ ബാക്കപ്പ് എടുക്കുക. ബാക്കപ്പ് നിങ്ങൾക്ക് ലാപ്ടോപ്പിൽ എടുക്കാവുന്നതാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് മാക്കിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫോണിൽ ഉള്ള ഐക്ലൗഡിലേക്ക് നിങ്ങൾക്ക് ബാക്കപ്പ് എടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ജസ്റ്റ് ഐക്ലൗഡിൽ എങ്ങനെ ബാക്കപ്പ് എടുക്കാൻ പറ്റുമെന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. സെറ്റിംഗ്സ് എടുക്കുക, നിങ്ങളുടെ ഐ ഡിയിലേക്ക് ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്യുമ്പോൾ ഐക്ലൗഡ് എന്നൊരു ഓപ്ഷൻ കിട്ടുന്നതായിരിക്കും. ഐക്ലൗഡ് സെലക്ട് ചെയ്യുക. അപ്പോൾ ഇവിടെ കണ്ട ഐക്ലൗഡ് ബാക്കപ്പ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഐക്ലൗഡ് ബാക്കപ്പ് ഓൺ ആക്കി ഇടുക. എന്നിട്ട് ഇവിടെ നമുക്ക് കാണാൻ പറ്റും ബാക്കപ്പ് ഓവർ സെല്ലുലർ ഓഫ് ചെയ്തിടുക. കാരണം നിങ്ങൾക്ക് സെല്ലുലർ ഡേറ്റയിൽ ചെയ്യുകയാണെങ്കിൽ ചിലപ്പം ഒത്തിരി ഡേറ്റ പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾ വൈഫൈയിൽ മാത്രം ചെയ്യുക. എൻ്റെ ഇവിടെ ബാക്കപ്പ് ഞാൻ കൊടുത്താൽ നിങ്ങളുടെ ഫോൺ ബാക്കപ്പ് ആവുന്നതായിരിക്കും. ഇപ്പോൾ ഞാൻ ഓൾറെഡി എൻ്റെ ബാക്കപ്പ് ഇവിടെ എടുത്തിട്ടുണ്ട്. കണ്ട് എനിക്കിപ്പോൾ ഇതൊരു ഫ്രഷ് ഫോണാണ്, അതുകൊണ്ടാണ് ഇപ്പോൾ എനിക്ക് 80 MB മാത്രം കാണുന്നത്. നിങ്ങളുടെ ഫോണിൻ്റെ ഡേറ്റ അനുസരിച്ച് നിങ്ങൾക്ക് ബാക്കപ്പിൻ്റെ ഡേറ്റ സൈസ് കൂടുന്നതായിരിക്കും. അപ്പോൾ ഞാൻ ഓൾറെഡി എൻ്റെ ഫോണിൻ്റെ ബാക്കപ്പ് ഇവിടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ അടുത്തായിട്ട് നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ സഫാരിയിൽ ഞാൻ ഈ കാണിക്കുന്ന ലിങ്ക് നിങ്ങളുടെ സഫാരി ബ്രൗസറിൽ ഓപ്പൺ ചെയ്യുക. നിങ്ങളുടെ സഫാരി ബ്രൗസറിൽ മാത്രമേ ഈ ഒരു കാര്യം നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. ബീറ്റ വേർഷൻ ഇൻസ്റ്റാൾ ചെയ്യണമെങ്കിൽ ഏത് ഡിവൈസ് ആയാലും നമുക്ക് സഫാരിയിൽ കൂടെ ചെയ്യാൻ പറ്റത്തുള്ളൂ. ക്രോം അങ്ങനെയുള്ള ബാക്കിയുള്ള തേർഡ് പാർട്ടി ആപ്സിലൊന്നും നമുക്കത് വർക്ക് ആവത്തില്ല. സഫാരിയിൽ തന്നെ നമ്മളിത് ഓപ്പൺ ചെയ്യുക. പിന്നെ അവിടെ സഫാരി ഓപ്പൺ ചെയ്യുന്നുണ്ട്. സഫാരി ഓപ്പൺ ചെയ്തിട്ട് ഡെവലപ്പർ ബീറ്റ .dev എന്ന് ജസ്റ്റ് സെർച്ച് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ കുറച്ച് ഓപ്ഷൻസ് ഇവിടെ കാണിക്കുന്നതായിരിക്കും. ഇവിടെ കണ്ട് നമുക്ക് ഡൗൺലോഡ് ബീറ്റ പ്രൊഫൈൽസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണിക്കുന്നുണ്ട്. അത് സെലക്ട് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ ഡെവലപ്പർ ബീറ്റയിലേക്ക് ആ ഒരു ബീറ്റ വേർഷൻ ഡൗൺലോഡ് ചെയ്യാനുള്ള ആ ഒരു സൈറ്റ് നിങ്ങൾക്ക് ഓപ്പൺ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ കണ്ട് നമ്മുടെ ആ ഒരു സൈറ്റ് ഓപ്പൺ ആയിട്ടുണ്ട്. ആദ്യം തന്നെ നമുക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ താഴേക്ക് വരിക. ഇവിടെ വന്നാൽ നമുക്ക് മറ്റും iOS 17 ഹൗ ടു ഇൻസ്റ്റാൾ എന്ന് കാണിക്കുന്നുണ്ട്. ജസ്റ്റ് ഹൗ ടു ഇൻസ്റ്റാൾ കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ iOS 17 ഇൻസ്റ്റാൾ ചെയ്യാനുള്ള കുറച്ച് ഓപ്ഷൻസ് കൂടെ കാണിക്കുന്നതായിരിക്കും. അപ്പോൾ അതിൽ നമുക്ക് ആദ്യം ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഇവിടെ കാണിക്കുന്നുണ്ട്. ബാക്കപ്പ് ചെയ്യണമെന്നൊക്കെ കാണിക്കുന്നുണ്ട്. നമുക്ക് താഴേക്ക് വന്നാൽ നമുക്കിവിടെ കണ്ട ഹൗ ടു ഇൻസ്റ്റാൾ എന്ന് പിന്നെയും കാണിക്കുന്നുണ്ട്. താഴേക്ക് വരിക. അപ്പോൾ നമ്മളിൽ ചെയ്യാൻ പോകുന്നത് നമ്മളൊരു ഫ്രീ ബീറ്റ വേർഷനാണ് നമ്മൾ ഡൗൺലോഡ് ചെയ്യാൻ പോകുന്നത്. അതിനായിട്ട് ഇവിടെ കണ്ട developer.apple.com/account എന്ന് പറഞ്ഞൊരു അഡ്രസ്സ് നമുക്കിവിടെ കിട്ടുന്നതായിരിക്കും. അതിൽ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ആപ്പിൾ ഐ ഡിയിലേക്ക് സൈൻ ഇൻ ചെയ്യുക ഇവിടെ കാണിക്കുന്നതായിരിക്കും. നിങ്ങൾ നോർമൽ നിങ്ങളുടെ ഐഫോണിൽ യൂസ് ചെയ്യുന്ന അതേ ആപ്പിൾ ഐ ഡി യൂസ് ചെയ്ത് തന്നെ ഇതിനകത്ത് സൈൻ ഇൻ ചെയ്യുക. അപ്പോൾ ഞാൻ എൻ്റെ ആപ്പിൾ ഐ ഡി ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ ഐ ഡി ഇവിടെ എൻ്റർ ചെയ്തിട്ടുണ്ട്. അടുത്തായിട്ട് ജസ്റ്റ് നെക്സ്റ്റ് കൊടുക്കാം. അപ്പോൾ നമുക്കൊരു സൈൻ ഇൻ റിക്വസ്റ്റ് കാണിക്കുന്നതായിരിക്കും. ജസ്റ്റ് അലോ കൊടുക്കുക. അപ്പോൾ ഒരു 2 ഫാക്ടർ ഒതൻറ്റിക്കേഷൻ കാണിക്കുന്നതായിരിക്കും. ജസ്റ്റ് നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക. ഓക്കെ കൊടുക്കുക. അപ്പോൾ നമ്മുടെ വെരിഫിക്കേഷൻ കോഡ് എൻ്റർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ലോഡാവും നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അടുത്തായിട്ട് ഇവിടെ കണ്ടും ആപ്പിൾ ഐ ഡി ആൻഡ് പ്രൈവസി എന്ന് പറഞ്ഞൊരു കാര്യം നമുക്കിവിടെ കാണിക്കുന്നുണ്ട്. നിങ്ങളുടെ ബീറ്റ വേർഷൻ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ചില ഇഷ്യൂസ് വരുമെന്നാണ് ഇവിടെ കാണിക്കുന്നത്. ജസ്റ്റ് കണ്ടിന്യൂ കൊടുക്കുക. അപ്പോൾ മറ്റും ട്രസ്റ്റ് ദിസ് ബ്രൗസർ എന്ന് കാണിക്കുന്നുണ്ട്. അതായത് നമ്മുടെ ഈ ഒരു ബ്രൗസർ ട്രസ്റ്റ് ചെയ്യാനാണ് കാണിക്കുന്നത്. ജസ്റ്റ് ട്രസ്റ്റ് കൊടുക്കുക. അപ്പോൾ നമുക്കൊരു ലീഗൽ എഗ്രിമെൻറ്റ് ഇവിടെ കാണിക്കുന്നുണ്ട്. ജസ്റ്റ് അത് വായിച്ച് നോക്കുക. വായിച്ച് നോക്കിയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ഡൗൺലോഡ് ചെയ്ത് എടുക്കാവുന്നതാണ്. ഡൗൺലോഡ് PDF ഉണ്ട്. അത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തും എടുക്കാൻ പറ്റുന്നതാണ്. പിന്നെ നേരെ നമുക്ക് ഇത് വായിച്ച് നോക്കാവുന്നതാണ്. വായിച്ച് നോക്കിയിട്ട് നേരെ താഴേക്ക് വരിക. താഴേക്ക് വരുമ്പോൾ നമുക്ക് ഇവിടെ കാണാൻ ഒരു സബ്മിറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ജസ്റ്റ് സബ്മിറ്റ് കൊടുക്കുക. ഇപ്പോൾ വേണ്ടി നമ്മുടെ ഡെവലപ്പർ അക്കൗണ്ട് നമുക്കിവിടെ സെറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ എല്ലാ കാര്യങ്ങളും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടുത്തിട്ട് നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ജസ്റ്റ് നമ്മുടെ സെറ്റിങ്സിൽ പോവുക. സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ഒന്നും കൂടെ ഒന്ന് റിഫ്രഷ് ചെയ്യുക. ഇപ്പോൾ വേണ്ടി നമുക്ക് ബീറ്റ അപ്ഡേറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ നമുക്കിവിടെ എക്സ്ട്രാ വന്നിട്ടുണ്ട്. അത് ജസ്റ്റ് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ iOS 17ൻ്റെ ഡെവലപ്പർ ബീറ്റ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുന്നതാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് 16ൻ്റെ ഡെവലപ്പർ ബീറ്റ നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ്. ഞാൻ ഇപ്പോൾ ജസ്റ്റ് iOS 17ൻ്റെ ഡെവലപ്പർ ബീറ്റ ഇൻസ്റ്റാൾ ചെയ്യാൻ പോകണം. എന്നിട്ട് ജസ്റ്റ് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തിട്ട് ബാക്ക് കൊടുക്കുക. ബാക്ക് കൊടുക്കുമ്പോൾ നമുക്ക് ഇവിടെ 17ൻ്റെ ആ ഒരു ബീറ്റ വേർഷൻ ഡൗൺലോഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ നമുക്കിവിടെ താഴെയായിട്ട് വരുന്നതായിരിക്കും. ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക. ഇപ്പോൾ നമ്മുടെ iOS 17 ഡെവലപ്പർ ബീറ്റയുടെ ആ ഒരു ഡൗൺലോഡ് സെക്ഷൻ നമുക്കിവിടെ വന്നിട്ടുണ്ട്. ഇവിടെ കണ്ടും 6.11 GB ആണ് നമുക്ക് ഈ ഒരു വേർഷൻ്റെ ടോട്ടൽ ഫയൽ സൈസ് വരുന്നത്. അപ്പോൾ നമുക്കിത് ജസ്റ്റ് ഇനി നോർമൽ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്യുന്ന നമുക്ക് ഡൗൺലോഡ് ആൻഡ് ഇൻസ്റ്റാൾ കൊടുക്കുക. നിങ്ങളുടെ ഫോണിൻ്റെ പാസ്വേഡ് ജസ്റ്റ് ഒന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ പാസ്വേഡ് എൻ്റർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ഡൗൺലോഡ് ആൻഡ് ഇൻസ്റ്റാൾ സ്റ്റാർട്ട് ആയിട്ടുണ്ട്. കണ്ടും അപ്ഡേറ്റ് റിക്വസ്റ്റഡ് എന്ന് കാണിച്ചിട്ടുണ്ട്. ഇനി ഈ ഒരു സോഫ്റ്റ്വെയർ ഫുള്ളായിട്ട് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫോൺ ഒന്നും കൂടെ റീസ്റ്റാർട്ട് ആയിട്ട് നമ്മുടെ നോർമലായിട്ട് ഓണായി വരുന്ന രീതിയിൽ ഓണായി വരുന്നതായിരിക്കും.
അപ്പോൾ നമുക്ക് ഈ ഒരു സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞ ശേഷം നമുക്ക് നോർമൽ ഫോൺ കണക്ക് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. iOS 17ൻ്റെ ഫുൾ ഫീച്ചേഴ്സ് നമ്മൾ വരും വീഡിയോസിൽ നമ്മൾ ഈ രീതിയിൽ നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ കണ്ടത് iOS 17ൻ്റെ ഡെവലപ്പർ ബീറ്റ എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുമെന്നാണ്. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾക്ക് ഡെവലപ്പർ ബീറ്റ നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പം മെയിനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം പ്രൈമറി ഡിവൈസിൽ ചെയ്യരുത്. സെക്കൻഡറി ഡിവൈസ് ഉണ്ടെങ്കിൽ മാത്രം അത് ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾ പ്രൈമറി ഡിവൈസിൽ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനൊരു പ്രോപ്പറായിട്ടൊരു ബാക്കപ്പ് എടുത്തതിന് ശേഷം മാത്രം നിങ്ങൾ ഈ രീതിയിൽ ഡെവലപ്പർ ബീറ്റ ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ iOS 17ൻ്റെ ബാക്കിയുള്ള ഫീച്ചേഴ്സ് നമ്മൾ വരും ദിവസങ്ങളിൽ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതിനെല്ലാം വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് നോട്ടിഫിക്കേഷൻ ഇനേബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പം വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുമ്പോൾ കൂട്ടുകാരിലേക്ക് ജസ്റ്റ് ഒന്ന് ഷെയർ ഓൺ ചെയ്യുക. അടുത്ത വീഡിയോ കാണുന്നതായിരിക്കും. സീ യു.